എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മോനൊന്നും അവിടെ കൊണ്ടുവരണം ഒരു ആഗ്രഹമുണ്ടായിരുന്നു. 30 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ ഒന്നിനും ഒരു മാറ്റം വന്നില്ല. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും മാറും എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അതിനൊരു സുഖം കിട്ടിയാൽ ആ സുഖമാണ് ഞങ്ങളുടെയും സുഖം. അത് ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യും. നിങ്ങളുടെ കുട്ടിയാ? മോനാ. അവന് 10 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. കുറേ ചികിത്സ ചെയ്തു, ഒന്നും ഒരു കുറവുണ്ടായില്ല. എവിടെയൊക്കെ കേൾക്കണോ എവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു, ഒന്നും കുറവുണ്ടായില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇനി മരുന്ന് കഴിച്ച് മോനെ ഇടങ്ങറാക്കരുത്. ഒത്തിരി മരുന്ന് കഴിച്ച് എല്ലാം ചെയ്തു. ഹോമിയോ ചെയ്തു, അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഒന്നിനും ഒരു മാറ്റം വന്നില്ല. വടകര പോയി അവിടെ കുറേ ആയുർവേദം അത് കഴിച്ചു, എന്നിട്ടും കുറവില്ല. കാസർഗോഡ് പോയി തിരുമല നടത്തി, അതും കുറഞ്ഞില്ല. ഇനി എന്തായാലും വേണ്ടില്ല, എൻ്റെ മോൻ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മൊബൈലിൽ സാറിൻ്റെ ക്ലാസ് എന്നും കേൾക്കും ഞാൻ. അപ്പോൾ 30 വരെ പോയി വരാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മോനൊന്നും അവിടെ കൊണ്ടുവരണം ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തോ കുറച്ചെൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് എത്തി എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അത് അവന് നല്ല എനർജി ഉണ്ട് എല്ലാത്തിനും. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ടേബിൾ ചുറ്റും ഭക്ഷണം പോകും, അതിൻ്റെ വിരലുകൾ കൂടില്ലായിരുന്നു. അപ്പോൾ ആ ഭക്ഷണമൊക്കെ ശരിക്കും നന്നായി കഴിക്കുന്നുണ്ട്. നടക്കുമ്പോൾ കാല് പൊങ്ങിപ്പോവുക, അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ വളവുണ്ടായിരുന്നു, അത് കുറവുണ്ട്. പിന്നെ ഇപ്പം അവനക്ക് ഇങ്ങോട്ട് വരണം ഒറ്റ ചിന്ത തന്നെയായിരുന്നു. മറ്റുള്ള സ്ഥലത്തൊക്കെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പം അവനക്ക് ഇങ്ങോട്ട് വരണം, എല്ലാത്തിനും അവനക്കൊരു മാറ്റമുണ്ട്. അങ്ങനെ ഇനിയും തുടർന്ന് അവനക്ക് മാറണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് വെച്ചാൽ വർഷങ്ങളായി. അവൻ 10 വയസ്സിൽ തുടങ്ങിയതൊക്കെ വയസ്സ് 40 വയസ്സായി. 30 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ ഒന്നിനും ഒരു മാറ്റം വന്നില്ല. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. സംസാരം കുഴച്ചിലായി, ഭയങ്കര സംസാരം കുഴഞ്ഞു പോവാം, നമുക്കൊന്നും തിരിയില്ല. സങ്കടം വരും ചില സമയത്ത്. അവൻ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് തന്നെ ദേഷ്യം വരും, നമുക്ക് മനസ്സിലാവാതെ വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സംസാരമൊക്കെ ഒരുവിധം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചില 2-4 പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ഇന്നതാ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റു മനസ്സിലാവില്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ അമ്മ സംബന്ധിച്ചു ഞാൻ കേട്ടു എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഇപ്പം എല്ലാത്തിനും അവൻ്റെ ഫേസിനൊക്കെ ഒരുവിധം മാറ്റം വന്നിട്ടുണ്ട്. മറ്റു ഷോൾഡറൊക്കെ ഇങ്ങനെ തൂങ്ങി ഇരിക്കുക, കൈയും കാലിനൊക്കെ ഷേപ്പ് വ്യത്യാസം വന്ന് വിരലുകളൊക്കെ ഇങ്ങനെ അകന്നിരിക്കും. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ രോഗത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? അത് രോഗത്തിന് എല്ലാം MRI സ്കാനും അതൊക്കെ ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞ് അങ്ങനെ 2 വർഷത്തോളം അവിടുത്തെ ചികിത്സ ചെയ്തു കഴിഞ്ഞിട്ട് എൻ്റെ മോൻ അവിടെ ചെല്ലുമ്പോൾ 51 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ 39ലേക്ക് കടന്നു. 39ലേക്ക് കടന്ന് ഇവൻ മെൻ്റലിൻ്റെ വക്കിലായി. ഈ ഗുളിക കഴിച്ച് മെൻ്റലായി, ദേഷ്യം, ചോറിട്ടെറിയ, വാപ്പാനെ തല്ലാൻ ചെല്ലുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്. രാത്രി ഞാൻ ചോദിച്ച് ഇവനൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഛർദ്ദിക്കും അവൻ. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഛർദ്ദിയായിരുന്നു. അപ്പം ഞാൻ ഒരു വലിയ ബേസൻ വെച്ച് കൊടുക്കും. എന്നുവെച്ചാൽ അവന് ഓടിപ്പോയി ഛർദ്ദിക്കാൻ പറ്റില്ല പുറത്ത് പോയിട്ട്. അപ്പോൾ ആ ബേസനിൽ ഛർദ്ദിച്ച മോനും പറഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് ഡോക്ടറെ ചോദിച്ചേ ഇതെന്തിനാ അവനിങ്ങനെ മരുന്ന് കൊടുക്കണം, ഇവന് ആകെ ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാറില്ല, കൺട്രോൾ ചെയ്ത് നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് എന്ത് രോഗത്തിൽപ്പെട്ടതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞ രോഗത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞു. ഡിസ്റ്റോണിയ. അവനെന്താണ് ഇവിടുന്ന് മാറ്റം കിട്ടിയത്? എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇവർക്ക് മാറ്റം പറഞ്ഞാൽ ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറൊക്കെ കയ്യിൽ പിടിക്കും, താഴെ പോകും. പിന്നെ ഉള്ളിലൊക്കെ ചെല്ലില്ല, വളരെ പാടായിരുന്നു. ഇപ്പം അവൻ്റെ ഭക്ഷണമൊക്കെ ഉള്ളിലൊക്കെ ചെല്ലും. അതുപോലെ ഉറക്കം, എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു. ഒരു വർഷങ്ങളായിട്ട് കസേരയിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ വന്ന 3-ന്റെ അന്ന് തുടങ്ങി ഞാൻ കസേരയൊക്കെ ഉപേക്ഷിച്ചു. സാധാ രീതിയിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒരു കമന്റ് വന്നു, PR വർക്ക് നിർത്തി ഉളുപ്പില്ല നിനക്കൊക്കെ ഈ ഒരു PR വർക്കും ചെയ്ത് കുറച്ച് ആളുകൾക്ക് മാത്രം മാറും, എന്നിട്ട് അതിനൊരു PR വർക്കും ചെയ്യാം, വേറെ വല്ല പണിക്ക് പോകൂടെ എന്ന് ചോദിച്ചാൽ നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇതൊരു സന്തോഷമാണ്. കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ചിലപ്പോൾ നിനക്കുണ്ടാവില്ല. ഇതെന്തായാലും മാറും എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പം അതിനൊരു സുഖം കിട്ടിയാൽ ആ സുഖമാണ് ഞങ്ങളുടെയും സുഖം. അത് ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യും. PR വർക്കല്ലാതെ നമുക്ക് ഇനിയും കിട്ടുകയാണ്.